ഒരു അന്താരാഷ്ട്ര തമാശ പറയട്ടെ. അമേരിക്ക, ഇസ്രയേൽ. പിന്നെ ഒരു ആത്മീയ തമാശ, കേരള മേക്ക്, മുജാഹിദ് വിസ്ഡം. സംഗതി എന്താണെന്നറിയോ? ട്രംപിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു. അതായത് യുദ്ധം ഉടനടി തീരും, ലക്ഷ്യം വെക്കാൻ ഇനി ഒന്നുമില്ല, എല്ലാ ലക്ഷ്യവും പൂർത്തിയായി, കടുത്ത പ്രതിസന്ധിയിലായി, എല്ലാം തകർന്ന് തരിപ്പണമായി. ആരുടെയാ? ഇസ്രയേലിന്റെ. ഇസ്രയേലിന്റെ 12,000 ചില്ലുവാനം കെട്ടിടങ്ങളാണത്രേ തകർന്ന് തരിപ്പണമായത്. ഇറാന്റെ 33ാമത്തെ ആക്രമണം ഹൈഫ തുറമുഖത്തിനെയാണ് പതിച്ചതെന്ന്. അതോടുകൂടി ഭക്ഷ്യക്ഷാമം ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി നേരിടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന്. അതുകൊണ്ട് ഇനി ലക്ഷ്യം വെക്കാനൊന്നുമില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് മച്ചമ്പി പരിപാടി അവതരിപ്പിക്കാൻ പോവാണ്, കർട്ടനിടാൻ പോവുകയാണ്. സംഗതി ഹോർമുസ് കടലിടുക്ക് ഒന്ന് അടച്ചു തുടങ്ങിയതേ ഉള്ളൂ. ആ അടച്ചു തുടങ്ങിയപ്പോൾ തന്നെ ലോകം മുഴുവൻ പ്രതിസന്ധിയായി. പാചകവാതകമില്ലാതെ എല്ലാവരും കുറ്റിയും പിടിച്ചുകൊണ്ട് റോഡിലും കടയുടെ മുമ്പിലും ഒക്കെ നിൽക്കാൻ തുടങ്ങി. ഇല്ല, പാവപ്പെട്ട ഫലസ്തീനികളുടെ മേൽ ബോംബിട്ട് കളിക്കുന്നത് പോലെയാണ് ഇറാനോട് കളിക്കുന്നത് എന്ന് വിചാരിച്ചാണ് രണ്ടുപേരും കൂടി ഇറങ്ങി പുറപ്പെട്ടത്. പയറും വള്ളിയും അവന്മാർ വലിച്ചു പറിച്ചങ്ങെടുത്തു. ഇപ്പൊ പയറും വള്ളിയില്ല, ആ സ്ഥാനത്തൊരു പാട് മാത്രമേ ഉള്ളൂ. നെതന്യാഹുവിനെ കാണാനില്ല. 3 ദിവസമായി അളിയൻ പ്രത്യക്ഷപ്പെട്ടിട്ട്. ഓഫീസിൽ വളരെ സുരക്ഷിതമായ ഡോമിന് നടുവിൽ വളരെ സന്തോഷത്തോടിരുന്നപ്പോ ഒരു ചെറിയ എലിവാണം വീണെന്നാണ് പറയുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. പല വ്യാജ സ്ക്രീൻഷോട്ടുകളിലും പുള്ളിക്ക് എന്തോ സംഭവിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഏതായാലും അങ്ങനെ പരിക്ക് പറ്റിയ സ്ഥിതിക്ക് വലിയ മച്ചമ്പിക്ക് ഇനി ഇത് തുടരാൻ താല്പര്യമില്ല. ഈ വലിയ മച്ചമ്പി അതുകൊണ്ട് വളരെ പെട്ടെന്ന് ലക്ഷ്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് കട അടയ്ക്കാൻ പോവുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാനായി എന്ന് പറഞ്ഞ് കടയടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഇറാൻ ഇത് അടയ്ക്കാൻ സമ്മതിക്കുമോ എന്നുള്ളതാണ് സ്ഥിതി. ഇറാൻ അവരുടെ ചാനലിലൂടെ ട്രംപ് മച്ചമ്പിയും ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കുന്ന വീഡിയോ ചിത്രങ്ങൾ പുറത്തിറക്കി അങ്ങട് സന്തോഷപൂർവ്വം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരളാവുമുതി ഒരു ഗുണ്ടടിച്ചിട്ടുണ്ട്. അതായത് പുതിയ ഈ പരമോന്നത നേതാവ് എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും റദ്ദാക്കാൻ തീരുമാനിച്ചതായി നമ്മുടെ വടിക്കേലെ ചെല്ലപ്പൻ ചേട്ടൻ റിപ്പോർട്ട് ചെയ്യുന്നു. ചെല്ലപ്പൻ ചേട്ടൻ വിളിച്ച് കേരളാവുമുതി പറഞ്ഞ് ഇറാനിന്ന് ഇതെല്ലാം റദ്ദാക്കാൻ പോകുന്നെന്ന്. ഇതൊക്കെ ഇനി ഗുണ്ടുകളാണ്. ഈ ഗുണ്ടുകൾ എന്തിനാന്ന് വെച്ചാൽ മച്ചമ്പി ഇത് വെറുതെ നിർത്തുമല്ല, ഇറാൻ പേടിച്ച് വിറച്ച് കാലുവഴിയേ മുള്ളി അതുകൊണ്ട് നിർത്താൻ പോവാണെന്നാണ് പറയുന്നത്. ആ അടിച്ച് രണ്ടവന്മാരുടെയും കളസം കീറി എന്ന് വെച്ചാൽ കളസം കീറി, നല്ല വൃത്തിക്ക് കളസം കീറി. പിന്നെ ഇതിനകത്ത് വിസ്ഡംകാരെ ഓർക്കുമ്പോൾ ചിരി വരുന്നത് എന്താണെന്നറിയാവോ? അവർക്ക് ഈ ഫലസ്തീനികളുടെ മേൽ ബോംബിടുമ്പോൾ ഈ എതിർക്കേണ്ടത് ആരെയാ? ഈ സയനിസ്റ്റ് ആക്രമണത്തെയാ. അവരുടെ മേൽ അതിന്റെ ഒരു നിഴലുണ്ട്. അതുകൊണ്ട് അവർ അന്നേരം എന്തോ പറഞ്ഞു? ഹമാസ് ഭയങ്കര കുഴപ്പമാണെന്ന് പറഞ്ഞു. ഇപ്പോഴോ ഇറാന്റെ നേരെ സംഗതി വീണപ്പോ ഷിഴി മുഴുവൻ കുഴപ്പമാണെന്ന് പറഞ്ഞു. അതെല്ലാം വലിയ പ്രശ്നങ്ങളാ, സഹാബാക്കളെ അപമാനിച്ചിട്ടുണ്ട്, വലിയ കുഴപ്പമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ഇതുവരെ അള്ളാഹ് ഈ അടുത്ത കാലത്ത് എങ്ങും നിൽക്കാത്ത പോലെ ഇറാന്റെ കൂടെ നിൽക്കുക, ഇറാന്റെ കൂടെ. ഏതായാലും കാലത്തിന്റെ ഉത്തരം പോലെ കാലനായി ഇറങ്ങിയവരെ കണക്ക് തീർത്തൊരു കാലം എന്ന് നാളെ അടയാളപ്പെടുത്തും ഈ കാലത്തെ. അത്ര കരുത്തോടെയാണ് അവരിറങ്ങി നിന്ന് അടിച്ച് തകർത്തത്. അതാണിന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്.